അപ്പോൾ ഇന്ന് പെരുന്നാൾ 30 ദിവസത്തെ നോമ്പെല്ലാം കഴിച്ച് നമ്മുടെ പെരുന്നാൾ ദിനം വന്നെത്തി. അപ്പോൾ ഇതാ എല്ലാവരും കുളിച്ച് മാറ്റി, ഞാൻ കുളിച്ച് മാറ്റി ഈ പള്ളിയിൽ പോകണം. നമ്മളെ പള്ളി പുറത്താണ്, ഇനി ഏതായാലും അകത്ത് കിട്ടൂല നിസ്കാരം. നിങ്ങൾക്ക് നമ്മുടെ പള്ളിയിൽ പുറത്തെ കാഴ്ച കാണിച്ചു തരാം. നമ്മളെവിടത്തേക്ക് പോകുന്നത് അങ്ങനെ പെരുന്നാൾ നിസ്കാരത്തിനോട് നമ്മളിത് താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളവർ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നു പോക്കാണ്. ഫുള്ളാളാണ് റോഡ്. ഇനി ഈ കാണുന്ന സ്ഥലം മൊത്തം ആളായിന്ന് പറയൂ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് പോക്കാം. രാവിലത്തെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അജ്മലല്ല ഇതാ ഒടുക്കത്തെ ലുക്കിലുള്ള അജ്മലെ ഇങ്ങോട്ട് നോക്കിയാ എന്താ ലുക്ക് നോക്കിയാട്ടെ. പെരുന്നാൾ ഇപ്രാവശ്യം കൊണ്ടുപോയത് ഇവൻ തന്നെയാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കിളി പോയിട്ട് ഇരിക്കുന്നുണ്ട്, ഇനിയും വന്നില്ല. ആദ്യം ചായക്ക് ഓർഡർ ചെയ്ത്, പിന്നെ പെട്ടെന്ന് എനിക്കൊരു പുളിപ്പോന്ന് ഹോർലിക്സ് ആക്കണം. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്ന് ഞാൻ വീട്ടിൽ റോസ്റ്റാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിപ്പ് തുടങ്ങി. അങ്ങനെ ഭക്ഷണം വയ്പ്പൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം വാങ്ങേണ്ട കുറച്ച് സാധനം വാങ്ങാണ്ട്, ചിക്കനും അരിയലും അത് വാങ്ങാൻ വേണ്ടി ഇതാ നമ്മളെ ഇജാസ് മുൻകൂട്ടി നടക്കുന്നുണ്ട്. ഇജാസാണ് ഇന്നത്തെ. ഇതാ റൂമിൽ പോയിട്ട് ബിരിയാണി ആക്കേണ്ട പർച്ചേസിങ്ങിലാണ്. സാധനം വാങ്ങി റൂമിൽ പോകണം, ബിരിയാണീൻ്റെ കലാപരിപാടികൾ പോകണം. അത്യുച്ചലമായിട്ട് ബിരിയാണി ഉണ്ടാക്കേണ്ട പ്രിപ്പറേഷനിലാണ്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഇജാസെല്ലാം നല്ല ചിക്കൻ ഇതാ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണി ആയിട്ട് നമുക്ക് കാണാൻ ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഉള്ളി അരിയുന്നത് എല്ലാവരും ഉണ്ട് ഇടാം. വൃത്തിക്ക് കഴിവൂലേ ചിക്കൻ ഇറച്ചിയെല്ലാം പറിച്ചാൽ ഇത് ജാസ് മൊത്തം കഴുകി ചിക്കൻ എടുത്ത് അടിപൊളി ഇഞ്ചി പേസ്റ്റ് നമ്മൾ അജ്മലിന്റെ ഇഞ്ചി പേസ്റ്റ് സൗണ്ടെല്ലാം വരും. ഇതാ നല്ല ഉള്ളി വറക്കുന്നുണ്ട്. ഇനിയില്ല ഇത് ഉള്ളി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അത് തക്കാളി ഇട്ടിട്ടാകുമ്പോ ഇഞ്ചി പേസ്റ്റ് എല്ലാം ഇട്ട് നല്ല ചിക്കൻ ബിരിയാണി റെഡി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ ലോങ് ആകുന്നുണ്ട്. ഫുഡിലോസ്കി ബിരിയാണി ഉണ്ടാക്കുന്നത് അജുപോലെ ചിരിക്കുന്ന തക്കാളി എടുത്ത് എഴുതുക. നമ്മളെ തക്കാളി ഇങ്ങനെ കുനുകുന അരിഞ്ഞ തക്കാളി ഇല്ലാത്തേക്ക് ഇങ്ങനെ തട്ടാം. ഇതൊന്നൊരു ഇളക്കല്. പക്ഷെ അതൊരു ബാക്കി അടുത്ത വീഡിയോ ഇപ്പം വരും. ബിരിയാണി ആയി കഴിഞ്ഞിട്ടാവും നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണിച്ചതാ. നല്ല ചിക്കനിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് പൊത്തി വെക്കാം. ഉപ്പ് കറക്റ്റല്ലേ ഇത്? അപ്പൊ നമ്മളെ ചിക്കനിലിട്ട് ഇനി കുറച്ച് സമയം ഇത് അടച്ചു വെക്കാം. കുറച്ച് മസാലയുടെ മേലിട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, നല്ല അരച്ച് വെച്ച വെളുത്തുള്ളി പേസ്റ്റ് റെഡിയായി. നമുക്ക് ബിരിയാണി ആയിട്ട് കാണാം. എല്ലാം കാണിക്കാൻ കഴിയുന്നില്ല, ഉൾപ്പെടുത്താൻ പറ്റുമോ നമുക്ക്. നല്ല പരിപാടിയിലാണ് ഇനി. അരിയെല്ലാം കഴുകി പാത്രമില്ല കഴിഞ്ഞിട്ട്. നമ്മള് 5-8 ആളുണ്ട് ഇവിടെ, പാത്രമില്ല. അതായത് ഇപ്പൊ കോമഡി ആയത്. 2 വട്ടം വെക്കേണ്ട തത്രപ്പാടിലാണ് ഉള്ളത്. നമുക്ക് നെയ്ച്ചോറ് വെക്കുമ്പോൾ കാണിക്കാൻ കേട്ടാ. ഈ നെയ്ച്ചോറ് വെക്കുമ്പോൾ നമ്മളെ പെരുന്നാളിന്റെ കിടിലൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതാ ദമ്മ് പൊട്ടിക്കാൻ പോകുന്നത്. മസാല ഉണ്ട്, ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ. അത് പോരാൻ അറിയിട്ടാണ് ഞങ്ങൾക്ക്. 2 മസാലയും കാര്യങ്ങളിലും ഉണ്ട്. അടിപൊളി. ഇനി നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഇവിടെ എല്ലാവരും ചോദിച്ചു നോക്കാം. എല്ലാം കാണിച്ചു എല്ലാവരിലും എല്ലാം നമുക്ക് ഭായി നമുക്ക് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ. ഇങ്ങനെ പെരുന്നാളിൻ്റെ നല്ല നിസ്കാരം കഴിഞ്ഞ് ജുമയും കഴിഞ്ഞ് ഉച്ചക്കത്തെ നല്ല ബിരിയാണിയും കഴിച്ച് ഇനി നല്ലൊരു ഉറക്ക്. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ലേറ്റായിട്ട് വന്ന് ഉറങ്ങി. അപ്പോൾ ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ട് വൈകുന്നേരം ഒന്ന് പുറത്തെല്ലാം പോകണം. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.